പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രിയങ്ക ഗാന്ധിയാണ് ലോക്സഭയിൽ ഇന്ന് ഈ പ്രസംഗത്തിൽ കണ്ടത്. തുടക്കം മുതൽ തന്നെ ഭരണപക്ഷത്തെ ആക്രമിച്ചു തന്നെയാണ് മുന്നേറിയത്. വിദ്യാർത്ഥികൾ നിരവധി പേർ ആത്മഹത്യ ചെയ്തു, എന്നിട്ട് ഈ സർക്കാർ മിണ്ടുന്നില്ല. ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവരെ കടന്നാക്രമിച്ചത്, അതിന് എന്തുകൊണ്ട് മറുപടി പറയാൻ അമിത്ഷാ തയ്യാറാകുന്നില്ല എന്നാണ് ചോദിച്ചത്. പെല്ലറ്റ് ഗൺ വിദ്യാർത്ഥികൾക്കെതിരെ പ്രയോഗിച്ചു. ഇതുകൂടാതെ AK-47 പോലും ഉപയോഗിച്ചു. ഇത് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വേട്ടയാണ് നടത്തിയത്. എന്നിട്ട് എന്തുകൊണ്ട് ഇതിലൊന്നും മറുപടി പറയാൻ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 152 പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് സംഭവിച്ചത്. ഇതിലെ ഒരു സീറോ കൺവിക്ഷൻ, ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല. ഇതിന് ആരാണ് ഉത്തരവാദി എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതുകൂടാതെ പല രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും കടന്നുപോയ അവർ നേരത്തെ നെഹ്റു ചൂണ്ടിക്കാണിച്ചതുപോലെ ഭണ്ഡാരക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് അവർ വഴിമാറി സഞ്ചരിച്ചത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭയിലെ ഒരു സ്തംഭനത്തിലേക്ക് പോലും വലിയ ബഹളത്തിലേക്കും ഇടയാക്കിയത് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശമാണ്. സ്ത്രീകളുടെ അഭിമാനം ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ സംസാരിച്ച ആളാണ് പുതിയ മന്ത്രി പ്രഹ്ലാദ് ജോഷി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഉടൻ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എഴുന്നേൽക്കുകയും ഈ പ്രസ്താവന പിൻവലിക്കണം, ഇതിൽ മാപ്പ് പറയണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു കാരണവശാലും താൻ മാപ്പ് പറയാൻ പോകുന്നില്ല. മാത്രമല്ല, സ്ത്രീകളെ അപമാനിച്ച് സംസാരിച്ചതിന് തെളിവുകൾ ഹാജരാക്കാം എന്നുകൂടിയാണ് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞത് ഗുജറാത്ത് കലാപത്തിന് ഇരയായ ബിൽക്കിസ് ബാനുവിനെ കുറിച്ച് പോലും വളരെ മോശമായിട്ട് തന്നെ പരാമർശം നടത്തിയിട്ടുള്ള നേതാവാണ് ഈ പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ആ ആശയക്കുഴപ്പവും വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളുമാണ് സഭയിൽ ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധി മാപ്പ് പറയണമെന്ന് പലവട്ടം BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഒരു കാരണവശാലും താൻ മാപ്പ് പറയില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ കൂട്ട ആത്മഹത്യ ചെയ്തത് 21 പേരാണ് മരിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഇതിലെല്ലാം സർക്കാർ കൃത്യമായി മാപ്പ് പറയണം എന്ന് ചൂണ്ടിക്കാണിച്ചതിനാണ് ഈ ബില്ലിനോട് വിയോജിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. ശരി.